ഞങ്ങൾക്കറിയില്ല. இந்த இரவு நீங்கள் யாரும் எங்களுக்கு தெரியாது. നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന്റെ ആഴം ഞങ്ങൾക്കറിയില്ല. நீங்கள் இந்த மைதானத்துக்கு வரும்போது உங்கள் பிரச்சனையின் ஆழம் என்னவென்று தெரியாது. നിങ്ങളുടെ കണ്ണുനീരിന്റെ ആഴം എത്രയെന്ന് ഞങ്ങൾക്കറിയില്ല. உங்கள் கண்ணீரின் ஆழம் என்னவென்று எங்களுக்கு தெரியாது. എത്ര വർഷം കൊണ്ട് നിങ്ങൾ ആ ഭാരം ചുമക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. எத்தனை ஆண்டுகளாக பாரத்தை சுமக்கிறீர்கள் என்று எங்களுக்கு தெரியாது. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് നിശ്ചയമുണ്ട്. ஒரு காரியம் மாத்திரம் உறுதியாக இருக்கிறது. ദൈവ ശബ്ദത്തിന് ആ പ്രവർത്തികളുടെ മേൽ, ആ നിരാശകളുടെ മേൽ, ആ കണ്ണുനീരിന്റെ മേൽ അത്ഭുതത്തെ കൊണ്ടുവരാൻ പറ്റും. தேவனுடைய வசனத்தினாலே நீங்கள் கவலைப்படுகிற காரியத்தின் மேலே, அந்த சகல காரியங்கள் மேலே ஒரு விடுதலை கொண்டு வர വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കാര്യമാണ് ഈ ചിന്തി രാത്രി യേശുവിനെ നന്ദി പറഞ്ഞു. விசுவாசிக்க கூடுமான இயேசுவை மகிமைப்படுத்துவோம். കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ കൈ മാത്രമേ ഉയർന്നുള്ളൂ, ശബ്ദം കേട്ടില്ല. கை மட்டும் தான் உயர்ந்திருக்கிறது, சத்தம் கேட்கல. ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. சத்தமாய் ஒரு அல்லேலூயா சொல்லலாமே. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഇത് ആസ്വദിക്കപ്പെട്ട ഇരവിലെ മഹിമപ്പെടുവதாக. ഈ നല്ല രാത്രി ഒരുമിച്ച് നിങ്ങളുടെ അടുക്കലായിരിക്കാൻ ദൈവ ശബ്ദം കേൾപ്പിക്കാൻ കർത്താവ് നൽകുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യും. இந்த இரவிலே உங்களோடு கூட இணைந்து ஆண்டவருடைய வார்த்தை உங்களுக்கு கூறும்படிக்கு தெய்வம் தந்த கிருபைக்காய் கர்த்தருக்கு நன்றி செலுத்துகிறேன். പ്രത്യേകാല യോഗത്തിന് പുറകിൽ അധ്വാനിക്കുന്ന എല്ലാ ശക്തന്മാരായ ശുശ്രൂഷകന്മാർക്കായി സ്തോത്രം. விசேஷமாக இந்த கூட்டத்திற்கு பின்பாக உழைத்துக் கொண்டிருக்கிற எல்லா தேவ ஊழியர்களுக்காய் கர்த்தருக்கு நன்றி செலுத்துகிறேன். ഒപ്പം ഇന്ന് രാത്രി പല ഓർഗനൈസേഷൻ നന്നായി വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല പൽവേறு സ്ഥാപനങ്ങളിൽ വന്നിരിക്കുന്നതാണ് എല്ലാ தேவ ஊழியர்களுக்காய் கர்த்தருக்கு நன்றி செலுத்துகிறேன். ഈ രാത്രി നിങ്ങളും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ സന്തോഷിക്കുന്നു. இந்த இரவில் நீங்களும் எங்களோடு கூட இணைந்து இந்த ஊழியத்தில் இணைந்திருப்பதை குறித்து மகிழ்ச்சி அடைகிறேன். പ്രത്യേകാൽ പാസ്റ്റർ ഷിമിയോനായ ദൈവത്തിന് സ്തോത്രം. വിശേഷമായി പാസ്റ്റർ സിമിയോനുകൾക്കായി ഒരിക്കൽ കൂടെ ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകുന്നത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. மீண்டும் இணைந்து நின்று தேவன் ஊழியத்தை நிறைவேற்ற தேவன் தந்த கிருபைக்காய் கர்த்தருக்கு நன்றி செலுத்துகிறேன். ഇന്ന് രാത്രി ഗ്രൗണ്ടിന്റെ അകത്തും പുറത്തുമായി ദൂരത്തും ചാരത്തുമായി ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ ഇന്ന് രാത്രി വന്ദനം ചെയ്യുന്നു. இந்த இரவு வேளையிலே ஆங்காங்கே இருந்து கொண்டு தூரத்திலும் அருகிலுமாய் சத்தத்தின் வாயிலாக வசனத்தை கேட்டுக்கொண்டிருக்கிற எல்லா தேவ ஜனங்களை நாங்கள் வரவேற்கிறோம். എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? எத்தனை பேர் இந்த இரவில் சந்தோஷமா இருக்கிறீங்க? ഓ ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തിന്റെ വചനം കേൾക്കാൻ സന്തോഷത്തോടെ ഇന്ന് രാത്രി ആയിരിക്കും? எத்தனை பேர் ஆண்டவருடைய வசனத்தை கேட்கும்படி കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. கரம் உயர்த்தி ஒரு அல்லேலூயா சொல்லுவோம். അടുത്തിരിക്കുന്നയാൾ കേട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. അരികിൽ இருக்கிற யாரும் கேட்டாலும் கேட்காவிட்டாலும் நீங்கள் இரவிலே வசனத்தை കാരണം ദൈവവചനമാണ് അത്ഭുതങ്ങളെ ചെയ്യുന്നത്. കാരണം தேவனுடைய வசனம் தான் அற்புதங்களை செய்கிறது. വചനമാണ് രോഗികളെ സൗഖ്യമാക്കുന്നത്. വചനമേ വ്യാധിയസ്ഥരെ സുഖമാക്കുന്നത്. വചനമാണ് അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നത്. വചനമേ അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നത്. വചനമാണ് നിങ്ങളുടെ ലൈഫിനകത്ത് ആർക്കും ചെയ്യാൻ കഴിയാത്തതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. വചനം தான் உங்கள் வாழ்க்கையில யாரும் செய்ய முடியாத அளவில் മാറ്റങ്ങളെ കൊണ്ടുവരുന്നത്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. കാരണം വേദം சொல்கிறது വാർത്തയെ വചനത്തെ അനുപ്പി സുഖമാക്കുகிற കർത്താവ്. ബൈബിൾ പറയുന്നു ഞാൻ അയക്കുന്ന എന്റെ വചനം അത് ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചിട്ടല്ലാതെ എന്റെ അടുക്കൽ മടങ്ങി വരുന്നില്ല. വേദം சொல்கிறது நான் அனுப்பின என் வசனம் நான் சொன்ன காரியத்தை நிறைவேற்றாமல் திரும்பி വരാതെ. എബ്രായ ലേഖനം പറയുന്നു അവൻ ദൈവത്തിന്റെ വചനം ഇരുവായി തലയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവശബ്ദമാണ്. എബ്രായർക്ക് നിരുപത്തിൽ വാസിക്കും பொழுது தேவனுடைய வசனம் இருபுறமும் கருக்குள்ள எந்த பட்டயத்தை பார்க்கிலும் கூர்மையானது என்று வேதம் சொல்கிறது. സങ്കീർത്തനങ്ങൾ പറയുന്നു ദൈവത്തിന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. സംഗീതം சொல்கிறது தேவனுடைய சத்தம் பெண் மான்களை ஈனும்படி செய்கிறது. ദൈവവചനത്തെ പോലെ ശക്തമായ മറ്റൊന്നും തന്നെയില്ല. தேவனுடைய வசனத்தை போல பலமுள்ள வேறொன்றுமில்லை. ഇവിടെ പ്രസംഗിക്കുന്നയാൾ പ്രാധാന്യമുള്ള അവൻ കാര്യമല്ല. இங்கே பிரசங்கிக்கிற நபர்கள் முக்கியமானவர்கள் அல்ல. ഇവിടെ നിങ്ങൾ കാണുന്ന സ്റ്റേജോ ലൈറ്റോ സൗണ്ട് ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടത്. இங்கே நீங்கள் பார்க்கிற மேடையோ இந்த சத்தமோ அதல்ல முக்கியமானது. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനമാണ്. நீங்கள் கேட்கிற தேவ வசனம் தான். കാരണം വചനത്തിന് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ കഴിയും. காரணம் வசனத்தினால் உங்களுக்காக எதையும் செய்ய முடியும். Anything can be done by the word of God. தேவனுடைய வார்த்தையினால எதையும் செய்ய முடியும். എല്ലാം ദൈവത്തിന്റെ വചനത്തിന് സകലവും സാധ്യമാണ്. தேவனுடைய வசனத்தினால எல்லாமே சாத்தியம். ഈ രാത്രി നിങ്ങൾ ആരെന്ന് ഞങ്ങൾക്കറിയില്ല. இந்த இரவு நீங்கள் யாரும் எங்களுக்கு தெரியாது. നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന്റെ ആഴം ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ இந்த மைதானத்துக்கு வரும்போது உங்கள் பிரச்சனையின் ஆழம் என்னவென்று தெரியாது. നിങ്ങളുടെ കണ്ണുനീരിന്റെ ആഴം എത്രയെന്ന് ഞങ്ങൾക്കറിയില്ല. உங்கள் கண்ணீரின் ஆழம் என்னவென்று எங்களுக்கு தெரியாது. എത്ര വർഷം കൊണ്ട് നിങ്ങൾ ആ ഭാരം ചുമക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. எத்தனை ஆண்டுகளாக பாரத்தை சுமக்கிறீர்கள் என்று எங்களுக்கு தெரியாது. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് നിശ്ചയമുണ്ട്. ஒரு காரியம் மாத்திரம் உறுதியாக இருக்கிறது. ദൈവ ശബ്ദത്തിന് ആ പ്രവർത്തികളുടെ മേൽ, ആ നിരാശകളുടെ മേൽ, ആ കണ്ണുനീരിന്റെ മേൽ അത്ഭുതത്തെ കൊണ്ടുവരാൻ പറ്റും. தேவனுடைய வசனத்தினாலே நீங்கள் கவலைப்படுகிற காரியத்தின் மேலே அந்த சகல காரியங்கள் மேலே ஒரு விடுதலை கொண்டு வர വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കാര്യമാണ് ഈ ചിന്തി രാത്രി യേശുവിനെ നന്ദി പറഞ്ഞു. விசுவாசிக்க கூடுமான യേശുவை மகிமைப்படுத்துவோம். ഹല്ലേലൂയ.
വിശ്വസിക്കുന്ന ഇന്ന് രാത്രി അത്ഭുതങ്ങൾ ഇവിടെ നടക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിറവിലെങ്കിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. ഇന്ന് രാത്രി മാരകമായ രോഗങ്ങൾ ഇവിടെ സൗഖ്യമാകപ്പെടും. இந்த இரவு மகிமையான பல அற்புதங்கள் நடக்க போகிறது. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഇടപെടാൻ പോകുകയാണ്. சிலத்தில் தேவனுடைய வார்த்தை கிரியை செய்ய போகிறது. നിങ്ങൾ പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇന്ന് രാത്രി ദൈവ ശബ്ദത്താൽ സാധ്യമായി വരാൻ പോകുകയാണ്. நீங்கள் முயற்சி செய்து நடக்காத காரியங்கள் தேவனுடைய சத்தத்தினாலே இந்த இரவு சாத்தியமாக போகிறது. നിങ്ങൾക്ക് വേണ്ടി ഡോക്ടറിനോ മെഡിസിനോ മനുഷ്യനോ കൂട്ടുകാരനോ സ്നേഹിതനോ ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കി തരാൻ പോകുകയാണ്. உங்களுக்காக மருத்துவரோ நண்பர்களோ இனஜன பந்துகளோ வேறு யாரும் செய்ய முடியாத காரியங்கள் ஆண்டவருடைய வசனம் இந்த இரவில் உங்களுக்கு சாத்தியமாய் மாற்றி கொடுக்கும். ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? எத்தனை பேர் விசுவாசிக்கிறீங்க? எத்தனை பேர் விசுவாசிக்கிறீங்க? ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ചാണ്. ஒரு நிமிடம் கண்களை மூடுவோம். ദയവായി ഒന്ന് എഴുന്നേറ്റാണ്. ദയവായി எழும்பி நிற்கலாம். ആ പുറകിലിരിക്കുന്നവർക്ക് മുമ്പിലേക്ക് വരാൻ കഴിയുമെങ്കിൽ ദയവായി മുമ്പിലോട്ട് വന്നാണ്. பின்னால் அமர்ந்திருக்கிறவர்கள் முன்பாக வந்து அமர முடியுமானால் தயவாய் முன்பதாக வந்து அமர்ந்து கொள்ளுங்கள். എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്നടയ്ക്കാം. எல்லாரும் கண்களை ஒரு நிமிடம் மூடுவோம். എല്ലാ യാത്രകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒന്ന് തുറക്കാം. എല്ലാ വായ്കളും ദൈവ സമൂഹത്തിൽ ഒരു തുറക്കാം. നിമിഷം യേശുവിനോട് പറഞ്ഞാണ്, പിതാവ് നിന്റെ വചനത്തിന് ശക്തി ഉണ്ടെങ്കിൽ, ஒரு நிமிடம் ஆண்டவருக்கு சொல்லுவோம், ஆண்டவரே உம்முடைய வசனத்துக்கு வல்லமை உண்டானா, നിന്റെ വചനത്തിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ, உம்முடைய வசனத்தால் நீ சுகமாக்க முடியுமானால், നിന്റെ വചനത്തിന് എന്നെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ, உம்முடைய வசனத்தினால் நீ விடுவிக்க கூடுமானால், നിന്റെ വചനത്തിന് എന്റെ തലമുന്നിൽ ഒരു അത്ഭുതം ചെയ്യാൻ കഴിയുമെങ്കിൽ, உம்முடைய வசனத்திற்கு என் பிள்ளைகளுக்கு ஒரு அற்புதம் செய்ய கூடுமானால், ഈ രാത്രി ആ വചനത്താൽ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. இந்த இரவு இந்த வசனத்தின் மூலமா என்னோடு பேசும் ஆண்டவரே என்று എല്ലാ சொல்லுவார். നാവുകളും തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ്. எல்லாரும் வாய்களை திறந்து தேவ சமூகத்தில் ஜெபிக்கலாம். ഈ രാത്രി അടുത്തിരിക്കുന്നയാളെ നോക്കരുത്. இந்த இரவு அருகில் இருக்கிறவர்களை பார்க்க അവർ வேண்டாம். പ്രാർത്ഥിക്കുമോ പ്രാർത്ഥിക്കുന്നില്ലയോ എന്ന് നോക്കരുത്. அவர்கள் ஜெபிக்கிறார்களா இல்லை என்று பார்க்க வேண்டாம். അവർക്ക് നിന്റെ പ്രശ്നം ഉണ്ടാകില്ല. ഒരു പക്ഷേ அவர்களுக்கு உங்கள் பிரச்சனை ஒருவேளை இல்லாமல் இருக்கலாம். നിന്റെ വേദനയുടെ ആഴം അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ലായിരിക്കും. வேதனையின் ஆழத்தை ஒருவேளை அவர்கள் புரிந்து கொள்ள முடியாமல் கூட போகலாம். നിന്നെ അവർക്ക് സഹായിക്കാനും കഴിയില്ല. அவர்களால் உங்களுக்கு உதவி செய்ய முடியாமல் போகலாம். രാത്രി നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവത്തിന് മാത്രമാണ്. ஆனால் இரவு சுகமாக்க கூடுமான தேவனால் மட்டுமே, നിന്റെ സ്വർഗത്തിലെ അപ്പന് മാത്രമാണ്. பரலோக தேவனால் மட்டுமே. അവൻ ഇന്ന് രാത്രി ആ പിതാവ് നിന്റെ അടുക്കലുണ്ട്. இந்த இரவு தேவன் உங்கள் அருகில் He is இருக்கிறார். here tonight. அவர் நிரவில் இங்கே இருக்கிறார். Everybody to open your mouth and start praying tonight. எல்லாரும் வாய்களை திறந்து ஜெபிக்க എല്ലാ ஆரம்பியுங்கள். കണ്ണുകളും അത് തുറന്ന് പ്രാർത്ഥിച്ചാണ്. எல்லாரும் வாய்களை திறந்து ஜெபிக்க ஆரம்பியுங்கள். നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇവിടെ അത്ഭുതങ്ങൾ നടന്നു തുടങ്ങുകയാണ്. நீங்கள் ஜெபிக்க ஆரம்பிக்கும் போதே அற்புதங்கள் நடக்க ஆரம்பிக்கிறது. ദീർഘമായ വർഷങ്ങൾ ചുമക്കുന്ന രോഗങ്ങൾ പോലും സൗഖ്യമാകപ്പെടുകയാണ്. அநேக ஆண்டுகள் சுமந்து கொண்டிருக்கிற வியாதிகள் கூட சுகமடைய போகிறது. സാത്താൻ നിങ്ങളുടെ മേൽ കെട്ടിവെച്ച എല്ലാ ചങ്ങലകളും ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്താൽ അഴിയാൻ പോകുകയാണ്. பிசாசு உங்கள் மேல் கட்டி வைத்திருக்கிற எல்லா சங்கிலிகள் நிலவிலே இங்கே வெளிப்படுகிற தேவ பிரசனத்தினால் அவிழ்ந்து போக ഈ போகிறது. ഗ്രൗണ്ടിനകത്ത് വലിയ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയിരുന്നത് ഞാൻ കാണുന്നു. இந்த மைதானத்தில் தேவ மகிமை இறங்கி இருக்கிறதை பார்க்கிறேன். എല്ലാവരും ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. தூதர்கள் இறங்கி இருக்கிறார்கள். പിതാ പുത്ര പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ രാത്രി ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. பிதா குமார பரிசுத்த ஆவியானவருடைய பிரசனம் இங்கே இறங்கி இருக்கிறது. അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യങ്ങളുടെ ഈ രാത്രി തൊട്ടു തുടങ്ങുകയാണ്. பரிசுத்த ஆவியின் பிரசனம் நிலவிலே தொட ஆரம்பிக்கிறது. ഇപ്പോൾ സകല ഇരുളിന്റെ വ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. இப்பொழுது எல்லா அந்தகாரத்தின் கிரிகளை இயேசுவின் நாமத்தினாலே கேன்சல் ஆக்குகிறோம். എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുകയാണ്. எல்லா வியாதியின் கட்டுகளும் நிலவிலே இயேசுவின் நாமத்திலே கேன்சல் ஆக்குகிறோம். നന്മകളെ അടച്ചു വെക്കുന്ന എല്ലാ പൈശാചികന്റെ കോട്ടകളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യുകയാണ്. அடைத்து வைக்கப்பட்ட எல்லா பிசாசின் வல்லமைகளை இந்த இரவிலே இயேசுவின் நாமத்திலே கட்டவிழ்க்கிறோம். പ്രാർത്ഥിക്കാൻ എല്ലാവരും ഈ രാത്രി പ്രാർത്ഥിച്ചു. ஜெபிக்க முடிந்தவர்கள் எல்லாம் இந்த இரவிலே ஜெபிக்க അങ്ങനെ ஆரம்பிக்கிறோம். തുറന്ന് പ്രാർത്ഥിച്ചു. வாய்களை திறந்து ஜெபியுங்கள். അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. அந்நிய பாஷை பெற்றுக்கொண்டவர்கள் அந்நிய பாஷையில் ஜெபியுங்கள். അന്യഭാഷ അവൻ പ്രാപിക്കാത്തവർ കഴിയുന്നത് പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. அந்நிய பாஷையை பெறாதவர்கள் அதை தேவ சமூகத்தில் அதிகமாய் ஜெபிக்க ஆரம்பியுங்கள். ദൈവത്തിന് അമ്മന്മാരുടെ വ്യത്യാസമില്ല. தேவனிடத்தில் எந்த வேறுபாடும் இல்லை. അവൻ ആൺപെൺ വ്യത്യാസമില്ല. ஆண் பெண் வித்தியாசம் இல்லை. അവന് ജാതി വ്യത്യാസമോ മത വ്യത്യാസമോ ഇല്ല. அவனிடத்தில் ஜாதி வித்தியாசமோ மத வித்தியாசமோ கிடையாது. ആരായിരുന്നാലും நீங்கள் யாராக ഈ இருந்தாலும் രാത്രി അവന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ இந்த இரவு முகத்தை நோக்கி பார்த்து ஜெபிக்க ഈ ஆரம்பிக்கலாம். രാത്രി അത്ഭുതത്തിന്റെ ആരംഭം ഇവിടെ നടക്കുകയാണ്. இந்த இரவு அற்புதத்தின் தொடக்கம் இங்கே உண்டாகிறது. അത്ഭുതങ്ങൾ നിന്നെ തേടി വരികയാണ്. அற்புதங்களுடைய தேடி வருகிறது. നിന്റെ സൗഖ്യം നിന്നെ നോക്കി സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. உன்னுடைய அற்புத சுகம் உன்னை நோக்கி பயணிக்க നിന്റെ ஆரம்பிக்கிறது. വിടുതൽ നിന്നെ നോക്കി സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. உங்கள் விடுதலை உன்னை நோக்கி பயணிக்க ஆரம்பிக்கிறது. ശബ്ദമുയർത്തി நல்ல சத்தத்தை உயர்த்தி ആയിരങ്ങൾ നീണ്ട അഴകാനവൻ എൻ വാഴ്വ നീ
Give